പ്രസാദ് സാർ കുറച്ചധികം ലീനിയൻ്റാന്ന് തോന്നല്ലോ. യൂണിഫോം വേണ്ട, മുടി വെട്ടണ്ട, ഓഫീസിൽ എല്ലാ ദിവസവും പ്രസൻ്റായി, കാര്യങ്ങളൊന്ന് സൂപ്പർവൈസ് ചെയ്താൽ മാത്രം മതി, സാലറി കൃത്യം കിട്ടും. കൊള്ളാലോ. രാജിവെക്കാൻ ശ്രമിച്ചതാ, സാറ് സമ്മതിച്ചില്ല. തന്നെ ബാധിച്ചിരിക്കുന്ന വിഷാദരോഗത്തിൻ്റെ തീവ്രത കുറയുന്നില്ല എന്ന് മാത്രമല്ല, ദിനം തോറും കൂടി വരികയും ചെയ്യുന്നു. റീസൺ എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. തനിക്ക് തൻ്റെ ഭാര്യയുടെയും മകളുടെയും റിമെയിൻസ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അവർക്കൊരു പ്രോപ്പർ സംസ്കാരം, ഒരു കല്ലറ, ഇതൊന്നും അത്യാഗ്രഹങ്ങളല്ല ഓസ്ലർ. ബട്ട് ഫേറ്റ് ഇസ് അഗൈൻസ്റ്റ് us. തൻ്റെ ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തൻ്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. ഇത്തരം വലിയ പേഴ്സണൽ ട്രാജഡികളിൽ വീണുപോയിട്ടുള്ള, അതിൽ നിന്നും തിരിച്ചു വന്നിട്ടുള്ള എല്ലാവരും കാലങ്ങളായി ഫോളോ ചെയ്യുന്ന ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ: ലെറ്റ് ഗോ. എടോ, തൻ്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. താൻ മരുന്നുകൾ വേണ്ടാന്നൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, സൈക്കോളജി വിട്ട് ഫിസിയോളജി പിടിച്ചു നോക്കാം. പരമാവധി ശാരീരിക അധ്വാനം ചെയ്യുക, അങ്ങനെ ശരീരത്തെ ക്ഷീണിപ്പിക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ ശരീരം താനെ ഷട്ട് ഡൗൺ ആവും, താൻ കുറച്ചെങ്കിലും ഉറങ്ങും. നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഓസ്ലറെ, ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് തന്നോട് അടുപ്പമുള്ള ഒരു സുഹൃത്തെന്ന നിലയിലാണ്. കഴിഞ്ഞ 3 വർഷത്തെ കടുത്ത വിഷാദവും ഈ ഉറക്കമില്ലായ്മയും തൻ്റെ ശരീരത്തെ പോലും വല്ലാതെ ബാധിച്ചിരിക്കുന്നുള്ളൂ. തനിക്ക് അകാല വാർദ്ധക്യം പോലും പിടിപെട്ടിരിക്കുന്നു. പ്ലീസ് എംബ്രേസ് ലൈഫ് ആൻഡ് കം ബാക്ക് ആൻഡ് ഫൈൻഡ് എ പർപ്പസ്. നീ എവിടെയാടെ കറങ്ങി നടക്കുന്നത്? നിനക്ക് എനിക്കൊരു സ്ഥലം തന്നിട്ടില്ലേ? അവിടെ ഇരുന്നാ പോരെ? അറിയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നു. സാറ് വന്നു. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങിക്കൊടുക്കുന്നത്? എത്ര കാലായില്ലേ? പാവം. സാറിനല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ സത്യമായിട്ട് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. നമ്മൾ കസ്റ്റഡിയിലായ ദിവസങ്ങളിൽ എവിടെ കലഞ്ഞ് സാറിൻ്റെ ഭാര്യനെയും മകളെയും പൊക്കിയതിന് ശേഷം ഞാൻ മിനിമം ഒരു 10-15 നൈട്രസൻ അടിച്ചിട്ടുണ്ടാവും. എൻ്റെ തലച്ചോറൊക്കെ ഫ്രൈഡായിരുന്നു. എല്ലാം കഴിഞ്ഞ് പോലീസ് എന്നെ പിടിച്ച് എൻ്റെ കിക്കിറങ്ങിയപ്പോഴേക്കും എനിക്ക് പലതും ഓർമ്മയില്ലാണ്ടായി. സാറ് എത്ര വട്ടം എന്നെ ഇതുപോലെ കാണാൻ വന്നാലും എനിക്കിനിയൊന്നും ഓർമ്മ വരും തോന്നുന്നില്ല. ക്രോണിക് ഡ്രഗ് യൂസിൻ്റെ പ്രശ്നം. സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കല്ല വിഷമമുണ്ട്. പക്ഷെ സാറ് മാസം കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് പുറം ലോകമായ ആകെയുള്ള ബന്ധം.